സ്റ്റോൺ ഷബർഷ മിസ് പറഞ്ഞ ക്ലാസ്സിൽ ശല്യപ്പെടുത്തുന്ന ചോദ്യം ചെയ്യുന്ന അധ്യാപകരിൽ ഒരാളാണ്. ഒരു ഇന്ററാക്റ്റീവ് സെഷൻ ഇങ്ങനെ പറഞ്ഞപ്പോൾ അറിയാതെ പേര് കൊടുത്തു പോയതാണ്. ഒരു തമാശ രൂപയുടെ മെസ്സേജ് ഇട്ടതാണ് ഞാൻ എന്തെങ്കിലും പരിപാടി ചെയ്യാമെന്നുള്ളത്. പക്ഷേ ക്ലാസ് നിർബന്ധിച്ച് ചെയ്യണമെന്ന് പറയുന്നു. ലാസ്റ്റ് നിമിഷം വരെ ഞാൻ ഫയർലാൻസ് ആയിരുന്നു പ്ലാൻ ചെയ്തിരുന്നത്. പരിപാടി ചെറിയൊരു മാറ്റം വരുത്തിയിട്ടുണ്ട്. അപ്പൊ ഞാൻ ഉറങ്ങാതെ വളരെ കഷ്ടപ്പെട്ടൊക്കെ ചെയ്തതാണ്. ചിലത് പൊട്ടിയൊക്കെ പോകും. എന്താണെങ്കിലും ശരി നിങ്ങളെ കൈവച്ച് പ്രോത്സാഹിപ്പിക്കണം കേട്ടോ. ഓക്കെ, എന്നെ മാത്രമല്ല ഈ സ്റ്റേജിൽ വരുന്ന എല്ലാ വോളണ്ടിയേഴ്സിനെയും നിങ്ങൾ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കണം. ഓക്കെ, അപ്പം ആദ്യമായിട്ട് എനിക്കൊരു വോളണ്ടിയർ വേണം. ഞാൻ മറ്റാരുമല്ല, നമ്മുടെ പ്രിയങ്കരനായ ക്ലാസ് ഇൻചാർജ് വിഷ്ണു സാറിനെ തന്നെ നമുക്ക് നമ്മളെല്ലാം ലോ പഠിക്കുമല്ലേ, ലോ റിലേറ്റഡ് ആയിട്ട് തന്നെ എന്തെങ്കിലും ഒന്ന് ചെയ്യാനാണ് ഞാൻ കരുതുന്നത്. അപ്പം നല്ലൊരു വിറ്റ്നസിന് വേണ്ട ക്വാളിറ്റീസ് എന്തൊക്കെയാണ്? നല്ലൊരു വിറ്റ്നസിന് വേണ്ട ക്വാളിറ്റീസ് തിരിച്ചറിയാൻ പറ്റണം, കോമ്പിറ്റന്റ് ആയിരിക്കണം, തിരിച്ചറിയാൻ പറ്റണം, അൺസ്റ്റേബിൾ ആയിരിക്കരുത്, മാറ്റി മാറ്റി പറയരുത് അല്ലേ? വിഷ്ണു സാറ് ഒരു നല്ല കോമ്പിറ്റന്റ് ആയിട്ടുള്ള വിറ്റ്നസ് ആയിരിക്കുമോ? യെസ് യെസ് എന്ന് പറയുന്നവരൊക്കെ കൈ നോക്കിക്കേ. നോ ഉള്ളവരുണ്ടോ? ട്രൈ ചെയ്തോട്ടോ. ഓക്കെ, അപ്പം സാറിന് ഇന്നോ സാറിന് ടെൻഷൻ ഉണ്ട്. ഒരു സെക്കൻഡ് സാറിന്റെ ടെൻഷനൊക്കെ അറിയിക്കണം. നിങ്ങളാരും മിണ്ടരുത്. ഇത് ഞാൻ പറയാം, നിങ്ങളാരും മിണ്ടരുത്. ഞാൻ സാറിനെ ക്രോസ് വിസ്താരം ചെയ്യാൻ പോവുകയാണ്. വന്ന ദിവസം മുതൽ സാറ് ഞങ്ങളെ പരീക്ഷിക്കുകയാണ്. അപ്പൊ തിരിച്ച് ഞാൻ സാറിനെ വിറ്റ്നസ് എന്ന നിലയിൽ ക്രോസ് വിസ്താരം ചെയ്യാൻ പോവുകയാണ്. അപ്പൊ ശ്രമിച്ചു നോക്കാം. ഓക്കെ സാർ, ഒരു സെക്കൻഡ് കാണാനേ നിങ്ങളും കുറച്ച് സൈലന്റ് ആയിരിക്കണം ഈ പരിപാടി തീരുന്നവരെ, ഈ ഒരു സെക്ഷൻ തീരുന്നവരൊക്കെ. നമുക്ക് സാറിന് മൈക്ക് ഒന്ന് കൊടുക്കാം. ഓക്കെ, ആരെങ്കിലും മൈക്ക് പിടിക്കാൻ എന്നെ സഹായിക്കണമോ? Yes, please, sir. Please. മൈക്ക് പിടിക്കാൻ സാറിനെ ഒന്ന് സഹായത്തിന് വിളിക്കുവാണ്. സാറിന് പ്രതിക്കൂട്ടിലാണ്, വിറ്റ്നസ് കൂട്ടിലാണ്. ഇപ്പൊ സാറിന് ഒരു വ്യക്തിയുടെ ഫോട്ടോ വിത്ത് പേര് കണ്ടിരിക്കുക കേട്ടോ. വ്യക്തിയുടെ സാർ ഞാനൊരു വലിയ ശരത്തിനെ കാണിക്കരുത്. ഓക്കെ, വളരെ ക്ലോസ് ആയിട്ട് സാറ് ഒരു വ്യക്തിയുടെ ഫോട്ടോ വിത്ത് പേര് ഞാൻ കാണിച്ചിരിക്കുക. അപ്പൊ കുറച്ച് ഫീച്ചേഴ്സ് ഞാൻ ചോദിക്കുകയാണ് ആ വ്യക്തിയുടേത്. സാർ അത് പറയും. ഓക്കെ, സാർ ആ ഫോട്ടോ ഒന്ന് നോക്കിയിട്ട് കണ്ണാടിയുള്ള വ്യക്തിയാണോ? ഉറക്കെ പറയൂ, ഉറക്കെ പറയൂ. അതെ സാർ, ശരത്ത് കാണരുത്. ഓക്കെ, ഉറക്കെ പറയൂ സാർ. കണ്ണാടിയുള്ള വ്യക്തിയാണ്. നിങ്ങൾ ശ്രദ്ധിച്ചോണ്ട്, നിങ്ങളെല്ലാം അഡ്വക്കേറ്റ്സ് ആവേണ്ടവരാണ്. ശ്രദ്ധിച്ചെഴുതോ. കണ്ണാടിയുള്ള വ്യക്തിയാണ്. സാർ ഉദ്ദേശിക്കുന്ന ഡ്രസ് എന്താണ്? ട്രഡീഷണൽ ആണോ മോഡേൺ ആണോ? സ്ലീവ്ലെസ് ആണോ വിത്ത് സ്ലീവ് ആണോ? വിത്ത് സ്ലീവ്. ഓക്കെ, ട്രഡീഷണൽ വിത്ത് സ്ലീവ്. സാറിന്റെ വളരെ പേഴ്സണൽ ആയിട്ട് ഈ കൂട്ടത്തിലുള്ള ഒരു വ്യക്തിയാണോ? ഈ കൂട്ടത്തിലുള്ള വ്യക്തിയാണ്. സാറിന് ഈ വ്യക്തിയുമായിട്ടുള്ള ബന്ധം എന്താണ്? പേര് പറയാം.
ഈ വ്യക്തിയുമായിട്ട് സാറിന്റെ ബന്ധം ഇത് മെയിലോ ഫീമെയിൽ ആണോ? കണ്ണാടി ഉണ്ട്, ഫീമെയിൽ ആണ്, സാരി എടുത്തിട്ടുണ്ട്, ട്രഡീഷണൽ ഡ്രസ്സിംഗ് ആണ്. നിങ്ങൾ ശ്രദ്ധിച്ചിരുന്നാണ് സാറ് പറയുന്നത്. സാറ് കള്ളം പറയും, അതാണ് ശ്രദ്ധിച്ചത്. സാർ ചിരിക്കുന്നതാണോ? പല്ല് കാണിച്ചാണോ പല്ല് കാണിക്കാതാണ് ചിരിക്കുന്നത്? പല്ല് കാണിക്കാതാണ് ചിരിക്കുന്നത്. ഈ കൂടുതലുള്ളതാണ്. സാറിന് ഈ വ്യക്തിയുമായിട്ടുള്ള ബന്ധം പറയാം. സാറിന്റെ ബോസാണ് ഈ വ്യക്തി. എല്ലാവരും ശ്രദ്ധിക്കുക, സാറിന്റെ ബോസാണ് ഈ വ്യക്തി. സാറ് എത്ര പ്രാവശ്യം മീറ്റ് ചെയ്യാറുണ്ട് ഈ വ്യക്തിയെ? ഒരു ദിവസം 3 പ്രാവശ്യം വരെ സാർ ഈ വ്യക്തിയെ കാണാറുണ്ട്. ഓക്കെ, അപ്പം സാർ ആ വ്യക്തിയുടെ പേരാണ് എഴുതിയിരിക്കുന്നത്, വായിക്കാമോ? സാർ ആ ബോർഡ് അവരെ ഒന്ന് കാണിക്കും. ഇത് ഗിഫ്റ്റ് മിസ് ആണോ? ട്രഡീഷണൽ ഡ്രസ്സാണോ? ട്രഡീഷണൽ ഡ്രസ്സാണോ? ഗിഫ്റ്റിനാണോ എഴുതിയിരിക്കുന്നത്? സാർ പറഞ്ഞ എന്തെങ്കിലും സത്യമാണോ? സാറിന് എന്താണ് സംഭവിച്ചത്? നമുക്ക് ഒരവസരം കൂടി കൊടുത്തു നോക്കാം. സാർ ഒന്നുകൂടി വായിക്കാൻ എന്താ എഴുതിയിരിക്കുന്നത്? മൈക്കൂടെ പറയും സാർ. സാർ എന്തൊക്കെ ചെയ്തിട്ടും ഗിഫ്റ്റ് മിസ്സിനെയാണ് കാണുന്നത്. സാറിന്റെ ബോസാണ് ഈ വ്യക്തി. ഒരു ദിവസം 3 പ്രാവശ്യം സാർ മീറ്റ് ചെയ്യുന്നുണ്ട്. കണ്ണാടി ഉണ്ടോ? സ്ലീവ്ലെസ് ആണോ? സ്ലീവ്ലെസ് ആണ്. സാറ് ട്രഡീഷണൽ ഡ്രസ് എന്നാ പറയുന്നത്. അതാണോ? നിങ്ങൾ പറ, എന്താ എഴുതിയിരിക്കുന്നത്? ഈ വ്യക്തിയുടെ പേരെന്താ? ഹണി റോസിനെ കണ്ടിട്ട് ഗിഫ്റ്റ് മിസ് എന്ന്. ഓക്കെ, സാറിന് എന്തെങ്കിലും സംഭവിച്ചതായിരിക്കാം. ഓക്കെ, നിങ്ങളെല്ലാം കൈയടിച്ച്. ഇത് സാറിന്റെ കുഴപ്പമല്ല. ഈ സീറ്റിൽ ആര് വന്നിരുന്നാലും ഇത്തരം ഒരു സിറ്റുവേഷൻ ഈ സമയത്ത് സംഭവിക്കും. ഓക്കെ, ഇത് ഒരു തരത്തിലുള്ള മാജിക് ആണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടല്ലോ? ഞാൻ ചേർത്താണെന്ന് കണ്ടത് എന്താണ്? കണ്ടോ? ഇല്ല. ഓക്കെ, ഈ സീറ്റിലിരിക്കുന്ന ആരാണെങ്കിലും ഇതായിരിക്കും. നിങ്ങളിത് തമാശയായിട്ട് മാത്രം എടുക്കുക. ദയവായിട്ട് ഇതൊരു തമാശയായിട്ട് മാത്രം എടുക്കുക. സാറിനെയോ ഗിഫ്റ്റ് മിസ്സിനെയോ ഒന്നും പിന്നീട് കോമഡി ആക്കരുത്. ഓക്കെ, അപ്പം സാറിന് ഒരു താങ്ക്സ് പറഞ്ഞിട്ട് കൈയടിച്ച്. വിടുന്നില്ല? വിടുന്നോ? ഗിഫ്റ്റ് മിസ്സിന് 5 ലെറ്ററുള്ള വേർഡ്, അതുപോലെ ഹണിക്കും 5 ലെറ്ററുള്ള വേർഡ്. 5 ലെറ്റർ ഉള്ളൊരു ഫീമെയിലിന്റെ വേർഡ്, 5 ലെറ്റർ ഉള്ളൊരു പേര് സാറിന് ഓർത്ത് എഴുതാം. സാറിന് ഇഷ്ടമുള്ള സാറിന് എപ്പോഴും മനസ്സിൽ ഓർക്കാൻ പറ്റുന്ന ഒരു പേഴ്സന്റെ ഓരോ ലെറ്റർ 5 ലെറ്റർ. സാർ ആരെയും കാണിക്കരുത്. ഓക്കെ, സാർ ഒരു വ്യക്തിയുടെ പേര് എഴുതിയിട്ടുണ്ട് കേട്ടോ. അപ്പം നമുക്കൊരു ടെലിപ്പതി ട്രൈ ചെയ്ത് നോക്കാം. ടെലിപ്പതി നിങ്ങളെല്ലാം വിശ്വസിക്കുന്നുണ്ടോ? ഇവിടെ സൈക്കോളജി പഠിച്ചൊരു വ്യക്തിയുണ്ട്. ഞാനല്ല. ആരായിരിക്കും? ആരുണ്ട്? സൈക്കോളജി പഠിച്ചവരാരെങ്കിലും ഉണ്ടോ? കൈ നോക്കാമോ? രഞ്ജന, ഒരു രഞ്ജന. ഒരു കസേര ഇടാമോ? രഞ്ജന എന്റെ മുഖത്ത് നോക്കരുത്, അങ്ങോട്ട് ഫേസ് ചെയ്തോളെ. സാറിന്റെ മുഖത്ത് നോക്കാം. അങ്ങോട്ട് തിരിഞ്ഞു. രഞ്ജന ഇന്നലെ വരെ സാറിന് സംസാരിച്ചിട്ടുണ്ടായിരുന്നോ? ഈ മാജിക്കിനെ പറ്റി എന്തെങ്കിലും സംസാരിച്ചിട്ടുണ്ടോ? ഇല്ലല്ലോ. രഞ്ജനയ്ക്ക്
ഒരു 2 മിനിറ്റ് കണ്ണടച്ചിരുന്നിട്ട് മനസ്സിൽ വരുന്ന ഒരു പേര് എഴുതാം. ഓക്കെ, 1 മിനിറ്റ് കണ്ണടച്ചിരുന്നിട്ട് എഴുതാം കേട്ടോ. ആരും സഹായിക്കുകയോ ഒന്നും ചെയ്യരുത്. എന്തെങ്കിലും നോക്കണം, പിന്നെയൊക്കെ നോക്കിയോട്ടെ. ആരും സഹായിക്കണമെന്നും പറയരുത്. എന്തിനൊക്കെ ഇഷ്ടമുള്ള ഒരു പേര് എഴുതിക്കോ. ഇവിടെ വലുതായിട്ട് എഴുതാം. സൈക്കോളജി പഠിച്ച വ്യക്തിയാണ്. എഴുതാൻ പറ്റുമോ ഇല്ലയോ ട്രൈ നോക്കാം. സാറിന്റെ പേരൊന്ന് കാണിക്കാമോ? രഞ്ജന പ്ലീസ്, രഞ്ജന എഴുതിയ പേരൊന്ന് കാണിക്കാമോ? ഓക്കെ, സെയിമാണോ? സെയിമാണോ? കൈയിടിക്കുന്നുണ്ട്. കഷ്ടപ്പെട്ട് കാണിച്ചിട്ട് കൈയിടിക്കാത്ത എന്താണ്? സർ, ഇതാരാ സാർ? ആ, ഉറപ്പാണോ? നോർമലായല്ലോ. ഓക്കെ, സാർ നോർമലായിരിക്കും. ഓക്കെ, അടുത്തതായി നമ്മുടെ സീനിയേഴ്സിൽ നിന്ന് ആരെങ്കിലും ഒരാൾ സ്റ്റേജിലോട്ട് വരാമോ? ബാക്കി സാർ വരാമോ? ഞാൻ ആദ്യമേ പറയുന്നു, ചിലപ്പോൾ പൊളിഞ്ഞൊക്കെ പോകും. സാറിന് കൊടുത്ത ഫോട്ടോ എനിക്ക് തന്നാൽ മതിയായിരുന്നു. നമുക്ക് നടക്കാൻ പോകുന്നതിന് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. നമുക്കൊരു ബിങ്കോ അല്ലെങ്കിൽ ഒരു ലോട്ടോ അല്ലെങ്കിൽ ലോട്ടറിയിൽ കളിച്ചു നോക്കിയാലോ? ഓക്കെ, ഞാൻ കുറച്ച് റാൻഡം ആയിട്ടുള്ള ചില നമ്പേഴ്സ് എഴുതിയിട്ടുണ്ട് കേട്ടോ. ഇതിനകത്ത് കുറച്ച് റാൻഡം ആയിട്ടുള്ള കുറച്ച് നമ്പേഴ്സ് എഴുതിയിട്ടുണ്ട്. ഓക്കെ, ഞാനിത് ഇവിടെ അടുക്കി വെക്കുകയാണ്. ഇതിന് കുറച്ച് പാർട്ടിസിപ്പൻസ് കൂടി വരണം കേട്ടോ. ഈ ബുക്ക് ഞാൻ സാറിന് കാണിക്കുകയാണ്. എല്ലാം റാൻഡം പേജസ് ഉള്ള ബുക്കാണ്. എല്ലാം വ്യത്യസ്ത പേജ് നമ്പർ അല്ലേ? പേജ് നമ്പർ എല്ലാം വ്യത്യസ്ത പേജ് നമ്പറാണ്. ഓക്കെ, ഞാൻ ബുക്കിങ്ങിലാക്കുമ്പോൾ സാറിന് ഇഷ്ടമുള്ളൊരു പോയിന്റ് സ്റ്റോപ്പ് പറയും. ഓക്കെ, പേജ് നമ്പർ ആരെയും കാണിക്കരുത് വലിയ അക്ഷരത്തിൽ. ഇതാരും കാണിക്കും. ഓക്കെ, സാറിന് മാത്രം അറിയാവുന്ന നമ്പറാണ്. ആരെങ്കിലും സീരിയസ് ആയിട്ട് റാൻഡമായിട്ട് വരാമോ? അല്ലെങ്കിൽ നമ്മുടെ പ്രോഗ്രാം എല്ലാം സെറ്റപ്പ് ആണെന്ന് പറയും. സാറിന് ഇതിനകത്ത് ഇഷ്ടമുള്ള ഒരു നമ്പർ ചൂസ് ചെയ്യാം. ഏതെങ്കിലും ഒരെണ്ണത്തിൽ തൊട്ട് സാർ ഇതെടുത്ത് സാറിൻ്റെ കയ്യിൽ വെച്ച് മാറ്റി കാണിക്കരുത്. ആരെയും കാണിക്കരുത്. ഓക്കെ ഓക്കെ, ഞാൻ കുറച്ച് മാറ്റുകയാണ്. വേറൊരു സീനിയർ ആരെങ്കിലും വരാമോ? പാർട്ടിസിപ്പേറ്റ് ചെയ്യണമെന്ന് ഫ്രഷേഴ്സ് മാത്രമേ ഉള്ളൂ, സീനിയേഴ്സ് ആരും ഇല്ലേ? കമോൺ, ഒരു സീനിയർ ആരെങ്കിലും വരൂ. ഹലോ, ഓക്കെ ജൂനിയേഴ്സ്, ഞങ്ങൾ എൻ്റെ ക്ലാസ്മേറ്റ് ലക്ഷ്മി. വാ, ഇഷ്ടമുള്ള നമ്പർ എടുത്തോ. ഓക്കെ, എവിടെ നിൽക്കണം? അവിടെ അങ്ങോട്ട് ഒരാളോട് ദയവായിട്ട് മുന്നോട്ട് വരാമോ? ആരെങ്കിലും ഒരാളൊന്ന് മുന്നോട്ട് വരൂ. നമ്മൾ ഒരു ഒറ്റ പിക്ക് ചെയ്താൽ മതി.
കാണിക്കരുത് കേട്ടോ, അങ്ങോട്ട് ഇങ്ങോട്ട് കാണിച്ചിട്ട് സാറിനെ പ്ലീസ് വരൂ. വളരെ ആലോചിച്ച് ചൂസ് ചെയ്യണം കേട്ടോ. 2 ഓപ്ഷനാണ് ഉള്ളത്, വളരെ ആലോചിച്ച് ചൂസ് ചെയ്യണം. പ്ലീസ് ഇവിടെ ആലോചിച്ച് ചൂസ് ചെയ്യണം ഏതാ വേണ്ടത്. ഉറപ്പാണോ? 100% ആണോ? മാറ്റമുണ്ടോ? അത് സെലക്ട് ചെയ്യാം. ഇവിടെ 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 ഓക്കെ. നിങ്ങളൊരു കാര്യം ചെയ്യൂ, ഇവരെ ലോട്ടറി പിക്ക് ചെയ്തവരാണ്. നിങ്ങൾക്കറിയാം ലോട്ടറി ഒക്കെ പിക്ക് ചെയ്യുന്ന അറിയാമല്ലോ. ലോട്ടറി പിക്ക് ചെയ്യുന്നവരാ സാധാ ലോട്ടറി എടുത്തത്, ലോട്ടറിയുടെ നമ്പർ പിക്ക് ചെയ്തത്. മാഡത്തിന് എന്താ കിട്ടിയെന്ന് പറയാമോ? നമ്പർ ഉറക്കെ പറയും, കേൾക്കുന്നില്ല. 2. സാറിന് ഏതാ? 6. 263. സാർ സെലക്ട് ചെയ്ത നമ്പർ ഏതാണ്? 263. റാൻഡമലി സെലക്ട് ചെയ്ത ഒരു പേജ് നമ്പറാണ് ഇന്ന് ലോട്ടറിക്ക് ഫസ്റ്റ് കിട്ടിയിരിക്കുന്നത്. ഓക്കെ, ഇഷ്ടപ്പെട്ടോ? അടുത്തത് മാരേജ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ചെറിയൊരു പരിപാടിയാണ്. ഓക്കെ, നമുക്ക് എൻ്റെ ക്ലാസ്സിലെ മോസ്റ്റ് എലിജിബിൾ ബാച്ചിലറിനെ സ്റ്റേജിലോട്ട് ക്ഷണിക്കാം. മിസ്റ്റർ ജിബിൻ വർഗീസ്. എനിക്ക് പ്രോത്സാഹനം കിട്ടുന്നില്ല. ജിബിനെ എല്ലാവർക്കും അറിയായിരിക്കല്ലേ? ജിബിനെ എല്ലാവർക്കും അറിയിട്ടില്ലേ? നല്ലതല്ല അറിയാം. അപ്പം ജിബിൻ ഒരു ബാച്ചിലറാണ്. വളരെ പെട്ടെന്ന് കല്യാണം കഴിക്കുമെന്ന് ഞങ്ങളെല്ലാം എക്സ്പെക്ട് ചെയ്തു, പ്രാർത്ഥിക്കുന്നു. അപ്പൊ ജിബിനെ നമുക്ക് കല്യാണം കഴിപ്പിക്കാൻ പഠിപ്പിക്കണ്ടേ? പിന്നെ താലിയിട്ട് അറിയാം, അതാണ്. നോക്കിയോ, നിങ്ങൾ നോക്കിക്കണം ശരിയാണോ അല്ലയോ കേട്ടോ. നിങ്ങളും നോക്കിക്കണം, 2 ക്ലോത്താണ്. ഓക്കെ, മിന്നേട്ടം പഠിപ്പിക്കാൻ പോവാം. ഓക്കെ, തെറ്റുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ പറയണം. കറക്റ്റാണോ? കറക്റ്റാണല്ലോ. ഓക്കെ, മുറുക്കിയല്ലോ. കറക്റ്റാണോ? ഇവനെ വലിച്ച് നല്ല ടൈറ്റാണല്ലോ. ഓക്കെ, ഇവനെ മുറുക്കി പിടിച്ച് കൈ തിരിഞ്ഞ് അപ്പം നല്ല മിന്നൊക്കെ കെട്ടി ഇവൻ കൈ പിടിച്ചിട്ടുണ്ട്. മാരേജിന് ഏറ്റവും അത്യാവശ്യം എന്താ? കല്യാണം കഴിച്ചാൽ മതിയോ? പിന്നെ ഉറപ്പായിട്ടിരിക്കണം. എന്താ വേണ്ടത്? നമ്മൾ നമ്മുടെ പാർട്ണറിനെ സ്നേഹത്തോടെയും റെസ്പെക്റ്റോടെയും പെരുമാറുക എന്നുള്ളതാണ്. ശരിയല്ലേ? സ്നേഹത്തോടെയും റെസ്പെക്റ്റോടെയും പെരുമാറുക എന്നുള്ളത്. ഇല്ലെങ്കിൽ എന്ത് പറ്റും? മുറുക്കി പിടിച്ചോണ്ടിരുന്നേ. ഇല്ലെങ്കിൽ എന്ത് പറ്റും? ആന കെട്ടിയാലും ഡൈനോസർ മുറുക്കി പിടിച്ചാലും കെട്ടും. ഓക്കെ, അപ്പം ഇങ്ങനെയൊക്കെ വരുമ്പോൾ എന്ത് പറ്റും? ബാച്ചിലർ പോലെ ഉള്ളവർക്ക് ചില വിഷമങ്ങളൊക്കെ വരും. അപ്പൊ അത്തരം സമയങ്ങൾ എന്ത് പറ്റും? വേറെ ചില റിലേഷൻഷിപ്പിനെ പറ്റിയൊക്കെ ചിന്തിക്കും. ശരിയല്ലേ? ജിബിന് ഒരു ചാൻസ് കൂടി കൊടുക്കാം. ജിബിന് നിൽക്കാമല്ലോ, ഒരു ചാൻസ് കൊടുക്കട്ടെ. അത് വേറെ ആരെങ്കിലും സ്റ്റേജിലോട്ട് വേറെ ചില റിലേഷൻഷിപ്പിനെ പറ്റിയൊക്കെ ശ്രദ്ധിച്ച് ട്രൈ ചെയ്യുന്നിരിക്കും. ചിലപ്പോൾ സൈബർ ക്രൈമിന് ഇരയായിരുന്നിരിക്കും. സൈബർ ക്രൈം എന്താ നിങ്ങൾക്ക് അറിയാമല്ലോ. ബാച്ചിലേഴ്സിന് പറ്റുന്ന പ്രശ്നങ്ങൾ അറിയാമല്ലോ. ബാച്ചിലറും വിവാഹിതരാണെന്നുണ്ടെങ്കിലും ചില സമയത്ത് വീഡിയോ ചാറ്റൊക്കെ ചെയ്ത് പല പ്രശ്നങ്ങളും പോയിപ്പെടാറുണ്ട്. അവരുമായിട്ട് ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യൽ എന്ത് പറ്റും നമുക്കൊന്ന് നോക്കാം. ഓക്കെ, വരും. ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മളൊരു ബോഡി അകത്തിൽ വെക്കണം. ബോഡി അകലത്തിൽ കൊണ്ടുവന്നാൽ എന്ത് പറ്റും? നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ, ഇതിൽ അൺകംഫർട്ടബിൾ ഉണ്ടോ? ഇല്ലല്ലോ. ഓക്കെ, ഇവരെല്ലാം കൈയടിച്ചത് പ്രോത്സാഹിപ്പിച്ചേ. നമ്മളോട് ഇത്രയും സഹകരിച്ചതല്ലേ ജിബിന്? പിന്നെ കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ചേ. ഓക്കെ, ജിബിന് നീ പിടിച്ചു. കൈ
കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കണം കേട്ടോ. ഇപ്പം ഞാൻ 1, 2, 3 എന്ന് പറയുമ്പോൾ ജിബിൻ വലിക്കും. ഓക്കെ, അപ്പൊ ഇത്തരം സൈബർ ക്രൈമിൽ പറ്റുന്നവർക്ക് എന്താ പറ്റുന്നതെന്നുള്ളത് നമുക്കൊന്ന് കാണാം. ഇതിന്റെ അവസാനത്തെ പ്രോഗ്രാമാണ്. തീരുമ്പോൾ നിങ്ങൾ കൈയടിച്ച് ഫിനിഷ് ചെയ്യണം. ഓക്കെ, റെഡി? 1, 2, 3.